സർ, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയിലെ മലബാറിലെ അടക്കം ഈഴവാദി പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അരക്ഷിതാവസ്ഥയും പിന്നാക്കാവസ്ഥയൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു പ്രസംഗം നടത്തി. ഇന്നിതാ മുസ്ലിം ലീഗ് അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ചികിത്സിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് സാർ ഈ ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം പറയുമ്പോൾ മുസ്ലിം ലീഗിന് ഇങ്ങനെ ചൊറിയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഫാഷിസം ഇതുവരെ അവർ പറയുന്ന പോലെ അവർ വരച്ച വരയിലായിരുന്നു ഇന്ത്യൻ ഭരണഘടന പ്രവർത്തിക്കുന്നത്. ഇതുവരെ അതിനപ്പുറം ഒന്നുമില്ല. അവരെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൽ പണ്ടത്തെ ബ്രാഹ്മണരെ പോലെ ആ ഒരു സമൂഹത്തെ, എല്ലാവരെയും ഒന്നല്ല, ഇപ്പോൾ പലരും അത് തിരിച്ചറിയുന്നുണ്ട്, ആ സമൂഹത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതിലായിരുന്നു. വരേണ്യരായ ബ്രാഹ്മണരെ ഒരു കാലത്ത് സമൂഹം എങ്ങനെ ആദരിച്ചിരുന്നു, അതുപോലെ ആദരിക്കപ്പെടുന്ന ഒരു വരേണ്യവർഗമായിട്ട് അവരെ അറിയപ്പെട്ടിരുന്നു, ആദരിക്കപ്പെട്ടിരുന്നത് പോലെ തന്നെ ഇപ്പോൾ മുസ്ലിങ്ങൾ പ്രീണിപ്പിക്കപ്പെടുകയാണ്. ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളും മാറ്റി എഴുതി അവർക്ക് വേണ്ടിയാക്കുകയാണ്. ഷാബാനു കേസിൽ നമ്മൾ കണ്ടതാണ്. വഖഫ് ആക്ട് കോടതികളെക്കാളും അധികാരമുള്ള ഒരു ബോർഡിൻ്റെ ബലത്തിൽ ഇന്ത്യയിലുള്ള ഏത് പാവപ്പെട്ടവൻ്റെ ഭൂമിയും ഇന്ത്യയുടെ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഭരണാധികാര സ്ഥാപനങ്ങളോ ഭരണഘടനാ ആസ്ഥാനങ്ങളോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പോലും തങ്ങളുടേതാക്കാം എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് ചിലരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പണ്ടത്തെ സുൽത്താൻമാർ ഭരിച്ചിരുന്നതുകൊണ്ട് അതുവഴിയൊക്കെ വന്നിട്ടുള്ള സങ്കീർണമായ സ്വത്തുക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഈ സുൽത്താൻമാരും മുഗളന്മാരും ഒക്കെ തോറ്റമ്പി. പക്ഷേ ബ്രിട്ടീഷുകാരെ പോലും ഭയന്നിട്ടില്ല ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ വകയായിട്ട് ഒരു വസ്തു പോലും ഇന്ത്യയിൽ അവശേഷിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഒരു വൈസ്രോയിയുടെ പേരിൽ മൗണ്ട് ബാറ്റൺ, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ പേരിൽ പോലും ഒരു വസ്തു അവശേഷിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. അവർ വില കൊടുത്ത വാങ്ങിച്ച ഭൂമി മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. പിന്നെ പണ്ടത്തെ രാജാക്കന്മാർ ദാനമായിട്ട് നൽകിയിട്ടുള്ള വസ്തുവിൽ അവർ വെച്ച പള്ളി, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പിന്നെ അധ്വാനം കൊണ്ട് അവരുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച വസ്തുക്കൾ, ഇതൊക്കെയാണ് ദീർഘമായിട്ട് കിട്ടിയത്. അല്ല പണ്ടത്തെ നൈസാമിൻ്റെ പേരിലുള്ള വസ്തു, അതുപോലെ ആർക്കോട്ട് നവാബിൻ്റെ പേരിലുള്ള വസ്തു, അത് ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ് എന്ന് മഹാത്മാഗാന്ധി പോലും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ഉണ്ടായിക്കഴിഞ്ഞിട്ടും വ്രണത ഹൃദയനായിട്ട് പാകിസ്ഥാൻ്റെ ജന്മത്തിന് സമ്മതം നൽകിയിട്ടും പാകിസ്ഥാനിലേക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ എടുത്തുകൊണ്ട് പൊയ്ക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊണ്ടുപോയിട്ടുമുണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്വത്തുക്കൾ മുഴുവൻ. അല്ലാത്ത സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം നേടി പാകിസ്ഥാന് കൊടുത്തിട്ടുമുണ്ട്. അതായിരുന്നു ഗോഡ്സോയെ പ്രകോപിപ്പിച്ചതും. ഇന്ത്യക്ക് മേലെ തോക്ക് വെടിയുതിർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ആ പണം എന്തിനു കൊടുത്തു എന്നുള്ളതായിരുന്നു നഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനെ പ്രകോപിപ്പിച്ചത്. പക്ഷേ നഥുറാം ഗോഡ്സെ ആ മതഭ്രാന്തിൽ അവിടെ അവസാനിച്ചു, അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. പക്ഷേ അതുപോലെ മതഭ്രാന്തരായിട്ടുള്ള ന്യൂനപക്ഷത്തിൻ്റെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. സുപ്രീം കോടതിയുടെ വിധിയെ മാറ്റി എഴുതാൻ പാർലമെൻറ്റിനെ കൊണ്ട് ബില്ല് കൊണ്ടുവരിപ്പിച്ചു ഷാബാനു കേസിൽ. അതുപോലെ തന്നെ വഖഫ് ആക്ട് പ്രകാരം പാവപ്പെട്ട മുനമ്പത്തെ 600 കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയും അവരെ ആത്മഹത്യയുടെയും ജീവിതത്തിൻ്റെ ഇടയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിപ്പോഴും പല സ്ഥലങ്ങളിലും, അതിപ്പോൾ നമ്മൾ മുനമ്പം മാത്രമേ കാണുന്നുള്ളൂ. മുനമ്പം എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. തമിഴ്നാട്ടിലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ നടക്കുന്നു. കേവലം 1.5 സെൻറ്റ് മാത്രം സ്ഥലമുള്ള, അത് വിറ്റിട്ട് സ്വന്തം മകളുടെ വിവാഹം നടത്താൻ പോയ കുടുംബത്തെ നിരാധാരമാക്കിക്കൊണ്ട് വഖഫിന് അനുകൂലമായി നിങ്ങളുടെ പക്ഷത്താണ് നിയമമെന്ന് പറഞ്ഞുകൊണ്ട് ആ വസ്തു പോലും വിളിച്ച് കല്യാണം നടത്താൻ കല്യാണം മുടക്കി. അതുപോലെ നിഷ്ഠൂരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നടക്കുമ്പോഴും വഖഫ് എന്നുള്ള ഒരൊറ്റ വാക്കാണ് മുസ്ലിം പറയുന്നത്. പരമകാരുണ്യനായ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം, അതവർ മറക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചില സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ ആദ്യമായിട്ട് വെള്ളാപ്പള്ളി മലപ്പുറത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൽ ഒന്നുപോലും തെറ്റല്ല. ഈ സത്യം പറയുമ്പോൾ പിന്നെ സമനില തെറ്റുന്ന ആർക്കാണ്? സത്യം പറയുമ്പോൾ വ്യക്തമാണല്ലോ. അല്ല, അദ്ദേഹം അങ്ങനെയല്ലല്ലോ പറഞ്ഞ. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട്ട് തങ്ങൾക്ക് ചികിത്സ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? PK കുഞ്ഞാലിക്കുട്ടിക്ക് ചികിത്സ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ്. മലപ്പുറത്ത് MLA മാരുടെ എണ്ണം കൂടി, പത്തനംതിട്ടയിൽ കുറഞ്ഞു. എന്തെങ്കിലും തെറ്റുണ്ടോ ഇതിൽ? ഒരു തെറ്റുമില്ല.
എന്തെങ്കിലും തെറ്റില്ലല്ലോ, താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണല്ലോ, എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ സത്യത്തെ സത്യം കൊണ്ടല്ലേ നേരിടേണ്ടത്? വസ്തുതകളെ വസ്തുതകൾ കൊണ്ട് നേരിടൂ, ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടൂ. വെള്ളാപ്പള്ളിക്ക് ചികിത്സ വേണമെങ്കിൽ അത് SNDP യോഗം ചെയ്തോളും, അവരുടെ സമുദായം ചെയ്തോളും. അദ്ദേഹം ഡോക്ടറായിട്ട്, അതായത് പറഞ്ഞത് അഹമ്മദ് ആരാൻ പറഞ്ഞ സലാം, PMA സലാമാണ്. PMA സലാം SNDPയുടെ ഡോക്ടറായിട്ടൊന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല, ഈഴവ സമുദായത്തിൻ്റെയും ഡോക്ടറായിട്ട് പ്രവർത്തിക്കേണ്ടതില്ല. നിങ്ങളുടെ കൂട്ടത്തിലെ മതഭ്രാന്തന്മാരെ ചികിത്സിക്കൂ, നിങ്ങൾ ചങ്ങാത്തം കൂടിയിട്ടുള്ള SDPയെ ചികിത്സിക്കൂ, അതല്ലേ അതിൻ്റെ മര്യാദ. ശരിയാണ്, വാടി മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. വളരെ യുക്തിസഹമായിട്ടുള്ള സമാധാനപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ SDPയുടെ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ, താളം തെറ്റുന്നു, അവർക്ക് മനോനിലയും തെറ്റുന്നു. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ പോലെ ഇത്ര അറിയപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആരാധ്യനായിട്ടുള്ള ഒരു സമുദായ ആചാര്യനെ കുറിച്ച് പോയി ചികിത്സ നേടൂ എന്നൊക്കെ പറയുന്നത് വളരെ നിന്ദ്യവും പൊളിറ്റിക്കലി ഇൻകറക്റ്റുമായിട്ടുള്ള വാക്കുകളാണ്. ഇങ്ങനെ സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളാരും പറയാറില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ എത്ര ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹിന്ദു പിന്നാക്ക വിഭാഗങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, അതിലൂടെ ഉന്നത സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ടോ, അതിൻ്റെ കണക്കുണ്ടോ, ഇതൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ജനസംഖ്യാ വർധനവ് നടക്കുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം എന്നും പറഞ്ഞു. ഇത് വളരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, ഇത് വളരെ ഭരണഘടനയും ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഡെമോക്രസി ഈസ് ആൾവേസ് റിലേറ്റഡ് ടു ഡെമോഗ്രഫി. ഒരു സ്ഥലത്തെ ജനസംഖ്യ പെട്ടെന്ന് ഒരു സമുദായത്തിന് അനുകൂലമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് ഡെമോക്രസിയെ ബാധിക്കുന്ന കാര്യമാണ്. ബഹുസ്വരത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ബഹുസ്വരത നിലനിർത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു ജനതയുടെ പെട്ടെന്നുള്ള അനുപാതം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഡെമോക്രസി അവിടെ തകർത്ത ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, പാകിസ്ഥാനിലായാലും നമുക്ക് കുഴപ്പമില്ല, ഹിന്ദുക്കളുടെ 33% ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ സംഖ്യ കുറഞ്ഞു വന്ന് ഇപ്പോൾ സിംഗിൾ ഡിജിറ്റിലേക്ക് പോയി. 3% ഉണ്ടോ എന്ന് സംശയം. ബംഗ്ലാദേശിലും അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. ലെബനണിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. 50-50 ആയിരുന്ന ജനസംഖ്യ കുറഞ്ഞു വന്ന് ഇപ്പോൾ ക്രിസ്ത്യാനികൾ 3%. അവിടെ നിന്നും പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കാഴ്ച വസ്തു മാത്രമായതുകൊണ്ട്, മ്യൂസിയം പീസ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന വൈബ്രന്റ് ഡെമോക്രസിയുടെ സ്ഥലമാണ് എന്ന് മാത്രമല്ല, ഈ ഒരു ജനങ്ങൾ സമാധാനത്തോടെ കഴിയുന്ന ഒരു രാജ്യമാണ്. അതെ, അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ചും ഒരു ഏകമത പ്രീണനം എന്ന് പറയും, ഏക ന്യൂനപക്ഷ മതപ്രീണനം, ശരിയായ വാക്ക്. അതിനെയാണ് നമ്മൾ മതേതരം ഒന്ന് കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടന്നത്. അത് വളരെ കൂടുതലാണ്. അതിനു വേണ്ടിയിട്ട് പല പാർട്ടികളും മത്സരിക്കുകയാണ്. അങ്ങനൊരു സിറ്റുവേഷനിൽ അത് തീർച്ചയായിട്ടും ഏകപക്ഷീയമായ ജനാധിപത്യമായി പോകും. ജനാധിപത്യം അല്ല അവിടെ വാഴുക, അത് ഡെമോഗ്രഫിക്ക് അനുസരിച്ചുള്ള ഒരു ഡെമോക്രസിയെയാണ് സൃഷ്ടിക്കുക. അത് യഥാർത്ഥ ഡെമോക്രസി അല്ല, ജനങ്ങളുടെ ഇച്ഛയല്ല, മറിച്ച് ചില ജനങ്ങളുടെ സംഖ്യ വർദ്ധിച്ചതിനെ തുടർന്നുണ്ടാകുന്ന ഒരു റിസൾട്ടാണ്. അത് താല്പര്യത്തിനനുസരിച്ചുണ്ടാകുന്ന താല്പര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന ഒരു റിസൾട്ടാണ്. അവിടെയാണ് ഈ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് അതിനെയാണ് അഡ്രസ് ചെയ്തത്. അതെ, അതുകൊണ്ട് യഥാർത്ഥ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജനസംഖ്യ ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിലേക്കും ആ ഒരു രീതിയുമാണ് യഥാർത്ഥമായിട്ടുള്ള ജനസംഖ്യ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ജനങ്ങൾ മാത്രം, അവർക്ക് മാത്രം പ്രത്യേക അവകാശം, പണ്ട് ബ്രാഹ്മണർക്ക് കിട്ടിയിരുന്ന പോലെ എന്നുള്ള രീതിയിൽ പോവുക, അവർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ, അവർക്ക് വേണ്ടി ഭരണഘടനയ്ക്ക് അതീതമുള്ള സംവരണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂണലിന് കോടതിയേക്കാൾ കൂടുതൽ അവകാശം, അധികാരം എന്ന് പറയുമ്പോൾ അതെന്താണ് സ്ഥിതി? അത് വെള്ളരിക്കപ്പെട്ട ഒരു എന്താ പറയുന്നത്, ബനാന റിപ്പബ്ലിക്കുകളിലെ അതെ, ഉട്ടോപ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടേണ്ട സ്ഥലമാണ്. ഈ ഉട്ടോപ്യ അല്ല, ഇതൊരു വെള്ളരിക്ക പട്ടണമായി മാറുകയാണ് ചെയ്യുക. അത് ശരിയായിട്ടുള്ള ജനാധിപത്യം ആവുകയില്ല. അതേ വെള്ളാപ്പള്ളി ഈ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, അതിന് അദ്ദേഹത്തിന് ചികിത്സയല്ല വേണ്ടത്, അദ്ദേഹത്തിന് അല്ല ചികിത്സ വേണ്ടത്, അദ്ദേഹത്തിനെ എതിർക്കുന്നു. അദ്ദേഹം സമചിത്തതയോടെ സ്ഥിതപ്രജ്ഞതയോടെ കൂടി പറഞ്ഞ ശരിയായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെ പറ്റൂ, പിന്നെ പ്രീണനം നടക്കുന്ന ആൾക്കാർക്ക് ഇതിൽ വർഗീയത കണ്ടെത്താൻ പറ്റും എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.